40 വയസ്സ് കഴിഞ്ഞവർ ഈ ഒരു ഫേസ് പാക്ക് ട്രൈ ചെയ്താൽ മതി കേട്ടോ. സ്കിന്നിന് പെട്ടെന്ന് ചുളിവ് വരിക ഇല്ല, അതുപോലെ തന്നെ ഡ്രൈനെസ്സോ ഒന്നും തന്നെ ഉണ്ടാവത്തില്ല. കാരണം എന്ന് വെച്ചാൽ നമുക്കൊരു ആൻറ്റി ഏജിങ് എന്ന് പറയുമ്പോൾ നമ്മൾ സ്കിന്നിൻ്റെ കൊളോജിൻ്റെ അളവ് 40 കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് കുറഞ്ഞ് നാച്ചുറലായിട്ട് തന്നെ നമ്മുടെ ശരീരത്തിൽ കൊളോജിൻ്റെ അളവ് കുറഞ്ഞു വരും. അങ്ങനെ വരുന്ന സമയത്ത് നമ്മളുടെ ഇലാസ്റ്റികത നഷ്ടപ്പെടും. ഇലാസ്റ്റികത നഷ്ടപ്പെടുമ്പോഴാണ് പെട്ടെന്ന് നമുക്ക് സ്കിന്നിന് ചുളിവും കാര്യങ്ങളൊക്കെ വരുന്നത്. നമ്മളെപ്പോഴും ആഗ്രഹിക്കും നല്ല സ്കിൻ നല്ല ഗ്ലോ ആയിട്ടിരിക്കണം. നമ്മൾ എല്ലാവർക്കും അത് കോമൺ ആയിട്ട് നമ്മൾ എല്ലാവരും ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് സ്കിൻ ഗ്ലോ ആയിട്ടിരിക്കണം എന്നുള്ളത്. ഗ്ലോ ആയിട്ടിരിക്കുമ്പോൾ തന്നെ നമ്മൾ സ്കിന്നിൽ റിങ്കിൾസ് ഇല്ല, ഒന്നുമില്ല. നമ്മളെപ്പോഴും ഇലാസ്റ്റികത മെയിൻറ്റെയിൻ ചെയ്യണം. അതിനാണ് നമ്മുടെ ശരീരത്തിൽ എപ്പോഴും കൊളോജിൻ്റെ കാര്യം ഞാൻ മിക്ക എല്ലാ വീഡിയോസിലും പറയാറുണ്ട്, കൊളോജിൻ ബൂസ്റ്റ് ചെയ്ത് കൊടുക്കണം എന്നുള്ളത്. അപ്പോൾ അതിന് പറ്റുന്ന ഒരു അടിപൊളി ഫേസ് പാക്കാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറഞ്ഞു തരുന്നത്. വെൽക്കം ബാക്ക് ടു ടിപ്സ് ബൈ ഷാന ബ്യൂട്ടി ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇതുവരെ ആദ്യം തന്നെ ഞാൻ ഒരുപാട് പേർക്ക് എനിക്ക് നന്ദി പറയാനുണ്ട്. കാരണം ഒരുപാട് പേര് നമ്മൾ പറയുന്ന കാര്യങ്ങളെല്ലാം തന്നെ എനിക്ക് ഒരുപാട് പേരുടെ മെസ്സേജും എന്നെ വിളിച്ചും സംസാരിക്കുന്നുണ്ട്. മാം പറഞ്ഞ പോലെ ചെയ്യാൻ തുടങ്ങി. ഇപ്പോൾ നമ്മുടെ സ്കിൻ ഭയങ്കര ക്ലിയർ ആയിട്ടുണ്ട്, ഒരുപാട് മാറ്റം വന്നു എന്നൊക്കെ എപ്പോഴും ഞാൻ കേൾക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഞാൻ പറഞ്ഞു കൊടുക്കുന്ന ഫേസ് പാക്കുകളാണെങ്കിലും എല്ലാവരും നമ്മളെ വിളിച്ച് പറയാറുണ്ട്. സോ ഭയങ്കര സന്തോഷമുണ്ട്. അത്രയും റിസൾട്ട് ഉണ്ടെന്ന് ഉറപ്പുള്ള കാര്യങ്ങൾ മാത്രമേ ഞാൻ പറയാറുള്ളൂ. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഓരോരുത്തരും ഇപ്പോൾ 40+ ഉള്ളവരാണെങ്കിൽ പ്രത്യേകം ശ്രദ്ധിക്കുക. നമ്മൾ ഹോം കെയർ മാത്രം നമ്മൾ ചെയ്തുകൊണ്ട് കാര്യമില്ല, സ്കിൻ കെയർ മസ്റ്റായിട്ട് ചെയ്യണം. പിഗ്മെൻറ്റേഷൻ്റെ പ്രോബ്ലം ഉണ്ടാവും, സ്കിൻ പെട്ടെന്ന് തന്നെ റിങ്കിൾസ് വരും, ഡ്രൈനെസ് വരും. ഇതെല്ലാം വന്നതിന് ശേഷം നമുക്ക് തോന്നും ഒരു 40 വയസ്സ് വരെ സ്കിന്നിന് വലിയ പ്രശ്നമൊന്നുമില്ല. പക്ഷേ നമ്മുടെ പ്രശ്നം നമ്മൾ കണ്ടു തുടങ്ങും 40 വയസ്സ് കഴിയുമ്പോൾ പതുക്കെ ചെറിയ ഡോട്ട്സ് ആയിട്ട് വരും, സ്കിൻ ഇച്ചിരി ഡ്രൈ ആയിട്ട് വരും. അപ്പോഴൊന്നും നമ്മൾ ശ്രദ്ധിക്കത്തില്ല. ഇത് കുറച്ച് കൂടി നല്ലപോലെ കൂടുമ്പോഴാണ് നമ്മൾ ഡോക്ടറെ പോയി കാണുന്നത്. പിന്നെ അതിൻ്റെ പുറകിൽ നമ്മൾ എത്ര വേണമെങ്കിൽ പൈസ സ്പെൻഡ് ചെയ്യാനൊക്കെ ഓടുന്നത്. പക്ഷേ അതിനേക്കാൾ മുമ്പ് നമ്മളെപ്പോഴും ഒരു കറക്റ്റ് ഒരു സ്കിൻ കെയർ കൊണ്ടുപോയി കഴിഞ്ഞാൽ നമ്മുടെ സ്കിൻ ക്ലിയർ ആയിരിക്കും. നമ്മളെപ്പോഴും മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ സ്കിൻ കെയർ ആദ്യം മനസ്സിലാക്കുക. ഒരു 40+ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മാക്സിമം വേണ്ട സ്കിന്നിനെ ഹൈഡ്രേറ്റ് ചെയ്യണം. അപ്പോൾ അതിനുള്ള പ്രൊഡക്റ്റ്, അതിനുള്ള സ്കിൻ കെയർ ട്രീറ്റ്മെൻറ്റ് അല്ലെങ്കിൽ സ്കിൻ കെയർ റൊട്ടീൻ നമ്മൾ ഫോളോ ചെയ്യുക. അല്ലാതെ ആ ടൈമിൽ CC ക്രീം, BB ക്രീം, DD ക്രീം, ഇനി ഒരു ക്രീമില്ല ഉപയോഗിക്കാത്തത്, വൈറ്റനിങ് ക്രീം, ഇങ്ങനെ എല്ലാ ക്രീമുകളും മേടിച്ച് യൂസ് ചെയ്യുന്ന ആൾക്കാർ ഇപ്പോഴും ഉണ്ട്. ദയവ് ചെയ്ത് 40s നിങ്ങൾ ഉള്ളതെങ്കിൽ ഇങ്ങനത്തെ ഒരു ക്രീമുകളും ഉപയോഗിക്കാൻ പാടില്ല. കാരണം ഇതിലെല്ലാം അത്രയും ഹാർഡായിട്ടുള്ള കെമിക്കലാണ്. അത് നമ്മുടെ സ്കിന്നിന് വീണ്ടും പ്രശ്നത്തിലേക്കാണ് കൊണ്ടുപോകുന്നത്. അപ്പോൾ അത് നമ്മൾ പിന്നീട് നമ്മൾ എത്ര ആഗ്രഹിച്ചാലും നമുക്ക് തിരിച്ചു പിടിക്കാൻ പറ്റില്ല. പിന്നെ നമ്മൾ അത് എന്താ പറയുക, ഒരുപാട് ട്രീറ്റ്മെൻറ്റ്, ലേസർ ട്രീറ്റ്മെൻറ്റും ഒരുപാട് ട്രീറ്റ്മെൻറ്റ് എടുക്കുന്ന ആൾക്കാരുണ്ട്. ഒരിക്കലും നമുക്ക് അതിന് 100% റിസൾട്ട് കിട്ടത്തില്ല. അപ്പോൾ നമുക്കിവിടെ വേണ്ടത് പ്രോപ്പർ സ്കിൻ കെയർ ആണ്. അപ്പോൾ ഇതിനകത്ത് നിങ്ങൾക്ക് സ്കിൻ കെയർ റൊട്ടീൻ അറിയില്ല എന്നുണ്ടെങ്കിൽ, സ്കിന്നിന് ഒരുപാട് പ്രശ്നം കൊണ്ട് വിഷമിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് എന്നെ കോൺടാക്റ്റ് ചെയ്യാം. പ്രോപ്പറായിട്ടുള്ള 3 മാസത്തെ ഗൈഡൻസിലൂടെ നിങ്ങളുടെ സ്കിൻ ക്ലിയർ ചെയ്യാൻ പറ്റും. സ്കിന്നിലെ പ്രശ്നങ്ങൾ ക്ലിയർ ചെയ്ത് ഒരു ക്ലിയർ സ്കിന്നാക്കിക്കൊണ്ട് ഒരു ലൈഫ് ടൈമിലേക്ക് നമുക്കൊരു ഹെൽത്തി ആയിട്ടുള്ള സ്കിൻ നമുക്ക് കറക്റ്റ് ചെയ്ത് കൊണ്ടുവരാനായിട്ട് പറ്റും. കാരണം നമ്മൾ പറഞ്ഞു തരുന്നത് കംപ്ലീറ്റ് ആയിട്ട് എന്തെങ്കിലും ഇതുപോലത്തെ ക്രീമുകളല്ല നമ്മൾ പറഞ്ഞു തരുന്നത്, ഹെൽത്തി ആയിട്ടുള്ള ഒരു റൊട്ടീനാണ്. അതിലൂടെ നമ്മുടെ പ്രശ്നങ്ങൾ നമുക്ക് സോൾവ് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ പിഗ്മെൻറ്റേഷൻ പ്രശ്നം, അതുപോലെ തന്നെ സ്കിൻ അൺഈവൺ, ഡ്രൈനെസ്, റിങ്കിൾസ്, എന്ത് പ്രശ്നമാണെങ്കിലും നമുക്ക് കറക്റ്റായിട്ടുള്ള ഒരു സ്കിൻ കെയറിലൂടെ റെഡിയാക്കാം. അതിന് ഞാൻ നിങ്ങളെ ഗൈഡ് ചെയ്യും. 3 മാസത്തേക്ക് ഫീസ് 5000 വരുന്നുണ്ട്. 3 നമുക്ക് കൺസൾട്ടിംഗ് ആണ് വരുന്നത്. എവരി 21 ഡേയ്സിലായിരിക്കും വരിക. ഫസ്റ്റത്തെ 21 ഡേയ്സിൽ നമ്മുടെ സ്കിൻ്റെ ടെക്സ്ചർ ഇമ്പ്രൂവ് ചെയ്യും. സെക്കൻഡ് നമ്മുടെ സ്കിൻ്റെ പ്രശ്നങ്ങൾ കുറഞ്ഞതോടും തേർഡ് 21 ഡേയ്സിൽ ക്ലിയർ സ്കിൻ കിട്ടും. അപ്പോൾ നിങ്ങൾക്കത് ജോയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ വാട്സപ്പ് നമ്പർ കമൻറ്റ് ബോക്സിലുണ്ട്. അതിൽ മെസ്സേജ് ചെയ്തുകൊണ്ട് നിങ്ങൾക്കും കൺസൾട്ടിങ് സ്റ്റാർട്ട് ചെയ്യാം. അപ്പം പ്രോപ്പറായിട്ടുള്ള ഒരു സ്കിന്നും ഹെൽത്തി ആയിട്ടുള്ള ഒരു സ്കിന്നും നമുക്ക് എടുക്കാവുന്നതാണ്. അപ്പോൾ നമുക്ക് ഇവിടെ നോക്കാം. ഞാൻ അടിപൊളി ഒരു ഫേസ് പാക്കാണ് പറഞ്ഞു തരുന്നത്. ഫേസ് പാക്ക് ആഴ്ചയിൽ 1 പ്രാവശ്യം ചെയ്താൽ മതി. സൂപ്പറായിട്ടുള്ള റിസൾട്ടാണ് കേട്ടോ. അതിന് നമുക്ക് കുറേ സംഭവങ്ങളൊന്നും വേണ്ട, ഒരേ ഒരു കാര്യം മതി. അതിനായിട്ട് നമുക്ക് ഒരേ ഒരു കാര്യമല്ല, ചെറിയ കുഞ്ഞു കാര്യങ്ങൾ മതി. ഓക്കെ. അപ്പോൾ അതിനായിട്ട് നമുക്കിവിടെ വേണ്ടത് എന്താണെന്ന് വെച്ചാൽ 1 സ്പൂൺ നമ്മൾ ഹണി എടുക്കുക. അതിലേക്ക് നമ്മൾ 1 സ്പൂൺ ഹണി, ദെൻ അതിൻ്റെ കൂടെ 1/4 ടീസ്പൂൺ നമ്മൾ കസ്തൂരി മഞ്ഞൾ എടുക്കുക. അതിലേക്ക് നമ്മൾ 1 സ്പൂൺ നമ്മളുടെ റോ മിൽക്ക് എടുക്കുക. ഇത് 3ഉം കൂടെ നല്ല പാൽ കേട്ടോ, തിളപ്പിക്കാത്ത പാലെടുത്താൽ മതി. ഇതെല്ലാം കൂടെ 3ഉം കൂടി നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഫേസ് നന്നായിട്ട് ക്ലെൻസ് ചെയ്തതിന് ശേഷം നിങ്ങൾ ഇത് ഫേസിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഓരോ നമ്മളെ സ്കിൻ്റെ ഏതാണ് ഏരിയ, ഓരോ ഏരിയ മനസ്സിലാക്കി എല്ലാ ഏരിയയും കറക്റ്റായിട്ട്, ഈവൻ ഐയുടെ അടി പോലും നമുക്ക് അപ്ലൈ ചെയ്യാം, കണ്ണിൻ്റെ അടിയിൽ പോലും നമുക്ക് അപ്ലൈ ചെയ്യാം, നെക്ക് ഉൾപ്പെടെ നമുക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം.
അപ്പോൾ ഇത് ക്ലെൻസ് ചെയ്തതിന് ശേഷം ഫേസ് നന്നായിട്ട് ക്ലീൻ ചെയ്തിട്ട് വേണം ചെയ്യാൻ. അതിനായിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ നമ്മളുടെ നാൽപ്പാമരതി ക്ലെൻസർ യൂസ് ചെയ്യാം. അപ്പോൾ ഞാൻ എല്ലാറ്റിലും ഇത് പറയുന്നത് നമ്മളുടെ ഇത് പ്രൊമോഷന് വേണ്ടി മാത്രമല്ല, നിങ്ങൾക്ക് ഇത് യൂസ് ചെയ്യുമ്പോൾ അറിയാൻ പറ്റും. കാരണം ഒരുപാട് പേര് കമൻറ്റ് ചെയ്ത് അറിയിച്ചു, നാൽപ്പാമരതി മറ്റേ മഞ്ഞൾ വരുന്നല്ലേ സ്കിൻ ഡള്ളാവില്ലേന്ന്. നമ്മൾ ചെയ്തിരിക്കുന്നതിൽ മഞ്ഞളോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല. ഇത് കംപ്ലീറ്റ് ആയിട്ട് കൺവേർട്ട് ആവുന്നത് മിൽക്കിലേക്കാണ്. സോ അതുകൊണ്ട് തന്നെ ആ ഒരു ഭയങ്കര റിസൾട്ട് എന്ന് പറയുന്നത് സ്കിൻ ഭയങ്കരമായിട്ട് ബ്രൈറ്റ് ആവും. അതുപോലെ തന്നെ സ്കിൻ ടെക്സ്ചർ ഇമ്പ്രൂവ് ചെയ്യും, ഡ്രൈനെസ്സും എല്ലാം തന്നെ മാറിക്കിട്ടും. അപ്പോൾ ഇതുപോലത്തെ ഒരു നല്ലൊരു നമ്മൾ മൈൽഡായിട്ടുള്ളതും അതുപോലെ തന്നെ കെമിക്കൽ ഇല്ലാത്തതുമായിട്ടുള്ള ക്ലെൻസർ വെച്ച് വാഷ് ചെയ്തിട്ട് ദെൻ നമ്മൾ ഈ ഒരു പാക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഈ പാക്ക് അപ്ലൈ ചെയ്തതിന് ശേഷം നിങ്ങൾ ഒരു 40 മിനിറ്റ്സ് വെക്കണം. നമ്മൾ സാധാരണ പാക്ക് ഇടുമ്പോൾ 20 മിനിറ്റ് ആണ് വെക്കാറ്. പക്ഷേ ഇതെന്ന് പറഞ്ഞാൽ 40 മിനിറ്റ്സ് 40 മിനിറ്റ് നമ്മൾ സ്കിന്നിൽ അപ്ലൈ ചെയ്യുക. അപ്ലൈ ചെയ്തതിന് ശേഷം ഇത് നമ്മൾ നോർമലായിട്ട് മസാജ് ചെയ്ത് വാഷ് ചെയ്യുക. അപ്പോൾ വാഷ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു സമയത്ത് നമ്മൾ ഫേസ് വാഷോ വേറെ ഒന്നും ഉപയോഗിക്കരുത്. അതുപോലെ കെമിക്കൽ അടങ്ങിയിട്ടുള്ളതോ ഒന്നും തന്നെ നമ്മൾ എടുക്കാനേ പാടില്ല. അന്നത്തെ ഒരു ദിവസം വേറെ ഒന്നും ഉപയോഗിക്കരുത്. ഞാൻ വീണ്ടും പറയുകയാണ്, അപ്പോൾ ഇതെന്ന് വെച്ചാൽ നമ്മുടെ സ്കിന്നിൻ്റെ കൊളോജിൻ ബൂസ്റ്റ് ചെയ്യാനൊക്കെ ഹെൽപ്പ് ചെയ്യും. നമ്മളുടെ സ്കിൻ ഇലാസ്റ്റിക് അതുപോലെ തന്നെ നമുക്ക് ആ സ്പോട്ടിൽ തന്നെ നമ്മുടെ സ്കിൻ നല്ല സോഫ്റ്റായിട്ട് വരുന്നതും നമുക്ക് കാണാനായിട്ട് പറ്റും. അപ്പോൾ ഇതിന് ശേഷം നിങ്ങൾക്ക് ചെറിയ രീതിയിൽ ഇത് പാക്ക് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ചെറുതായിട്ടൊരു സ്റ്റിക്കി ആയിട്ട് ഫീൽ ചെയ്യും കേട്ടോ. ഇങ്ങനെ ഒട്ടുന്ന പോലെ ചെറുതായിട്ട് തോന്നും. അത് ടെൻഷൻ അടിക്കേണ്ട, അത് അങ്ങനെ തന്നെ ലീവ് ചെയ്താൽ അത്രയും നല്ലത്. അപ്പോൾ ഇതിനകത്ത് വരുന്നത് ഞാൻ വീണ്ടും പറയാം, കസ്തൂരി മഞ്ഞളുണ്ട് കേട്ടോ, 1/4 ടീസ്പൂൺ കസ്തൂരി മഞ്ഞളുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ഇത് വരും. അപ്പോൾ നിങ്ങൾക്കതൊരു ബുദ്ധിമുട്ടായിട്ട് തോന്നുവാണെങ്കിൽ നിങ്ങൾക്ക് നമ്മളുടെ ഈ ക്ലെൻസർ വെച്ച് ജസ്റ്റ് ഒന്ന് വാഷ് ചെയ്യാവുന്നതാണ്. അതല്ല നിങ്ങൾക്ക് ആ ക്ലെൻസർ ഇല്ലെങ്കിൽ നമ്മളുടെ കടലപ്പൊടിയോ അങ്ങനെ എന്തെങ്കിലും വെച്ചൊന്ന് വാഷ് ചെയ്യുക. അപ്പം ഇതെന്ന് വെച്ചാൽ ഞാൻ വീണ്ടും പറയാം, നമ്മുടെ ക്ലെൻസർ എന്ന് പറയുന്നത് അത്രയും ഗ്ലോയും ഭയങ്കര റിസൾട്ടുമാണ്. അപ്പോൾ അതല്ല നിങ്ങളുടെ കയ്യിൽ ഇല്ലെങ്കിൽ നോ പ്രോബ്ലം, നമുക്ക് അങ്ങനെ വേണം തോന്നുവാണെങ്കിൽ നമ്മളുടെ കടലപ്പൊടി എന്തെങ്കിലും വെക്കുക കേട്ടോ, വെച്ച് വാഷ് ചെയ്യുക. കാരണം അതൊന്നും ചെയ്യാതെ ഇരിക്കുവാണെങ്കിൽ ജസ്റ്റ് ലീവ് ചെയ്യുക. നമുക്ക് ആ ഒരു ദിവസം ഭയങ്കര റിസൾട്ടായിരിക്കും. നമ്മളെ സ്കിൻ ഭയങ്കര ഗ്ലോ ആയിട്ട് വരുന്നത് നമുക്ക് കാണാൻ പറ്റും. ടെക്സ്ചർ നന്നായിട്ട് ഇമ്പ്രൂവ് ചെയ്തിട്ടുണ്ടാകും. കാരണം ഇതൊരു 40 മിനിറ്റ്സ് ആണ് നമ്മൾ സ്കിന്നിൽ വെക്കേണ്ടത്. സാധാരണ പാക്ക് എന്ന് പറയുന്നത് നമ്മൾ 20 മിനിറ്റ് ആണ്. അപ്പോൾ ഇതിനകത്ത് വേറെ ഒന്നുമില്ല. ഹണി ഉണ്ട്, കസ്തൂരി മഞ്ഞൾ 1/4 ടീസ്പൂൺ ഉണ്ട്, അതിലേക്ക് 1 സ്പൂൺ റോ മിൽക്ക് ഉണ്ട്. ഈ 3 കാര്യങ്ങൾ മാത്രമേ വരുന്നുള്ളൂ. പക്ഷേ ഇത് 3 എത്ര ഈസി ആയിട്ടുള്ള സംഭവങ്ങളാണ് അല്ലേ. അത് വേറെ കെമിക്കലോ കാര്യങ്ങളോ ഒന്നുമില്ല. പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നിങ്ങൾ ഈ ഒരു ടൈമിൽ ഒരു ആൻറ്റി ഏജിങ്ങിൽ 40+ ഉള്ളവർ പൗഡർ യൂസ് ചെയ്യുക, സോപ്പ് യൂസ് ചെയ്യുക. അതുപോലെ തന്നെ ഭയങ്കര മിക്കപ്പോഴും നമ്മളൊരു ഫംഗ്ഷന് പോകുമ്പോഴെല്ലാം തന്നെ ഈ ഫൗണ്ടേഷൻ എടുക്കുക. അതെല്ലാം നമ്മൾ മാക്സിമം ഒഴിവാക്കിയേ പറ്റൂ. ഞാൻ ചിലർ പറയും ഞാൻ വല്ലപ്പോഴും എടുക്കാറുള്ളൂ. കുറച്ച് കുഞ്ഞു കുഞ്ഞു ഫംഗ്ഷന് പോലും ഫൗണ്ടേഷൻ എടുക്കുന്നവരുണ്ട്. അതൊന്നും നമ്മൾ ചെയ്യരുത്. സ്കിന്നിനെ ഭയങ്കര ഡ്രൈ ആക്കും, നമ്മുടെ സെൽസ് ഡാമേജ് ആക്കും. അതിലൂടെയാണ് നമുക്ക് ഒരുപാട് പ്രശ്നങ്ങൾ വരുന്നത്. ആ ഒരു ടൈമിൽ നമ്മൾ എത്രത്തോളം നമ്മൾക്ക് സ്കിന്നിനെ ഹൈഡ്രേറ്റ് ചെയ്ത് വെക്കാൻ പറ്റുമോ, എത്രത്തോളം മോയ്സ്ചർ ചെയ്ത് വെക്കാൻ പറ്റുമോ അത്രത്തോളം സ്കിന്നിനെ മോയ്സ്ചർ ചെയ്യുക, ഈർപ്പം കൊടുക്കുക, ഹൈഡ്രേറ്റ് ചെയ്ത് വെക്കുക. അപ്പോഴാണ് നമ്മളുടെ സ്കിൻ ആ ഒരു ഡ്രൈനെസ് ഒന്നും ഇല്ലാതെ, പെട്ടെന്ന് റിങ്കിൾസ് ഒന്നും ഇല്ലാതെ നമുക്ക് എപ്പോഴും ആ ഒരു യങ് ഫീലിൽ പോകാൻ പറ്റുന്നത്. അല്ലാതെ എന്ത് കണ്ടാലും ആരെന്ത് വൈറ്റനിങ് പ്രോഡക്റ്റ് കൊണ്ട് തന്നാലും അപ്പം മേടിക്കുക, എവിടെ നിന്ന് എന്ത് കിട്ടിയാലും ശരി മേടിച്ച് അപ്ലൈ ചെയ്യുക. അത് ചെയ്യരുത്. നമ്മുടെ ശരീരത്തിലെ ഏറ്റവും സെൻസിറ്റീവാണ് നമ്മുടെ ഫേസ്. അതിലും നമ്മൾ അത്രയും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. നമ്മൾ ഇത്രയും കോടാനുകോടി കോശങ്ങളാണ് നമ്മുടെ സ്കിന്നിൽ. അപ്പോൾ ഇതിലേക്കൊക്കെ നമ്മൾ ഇത്രയും ഹാർഷായിട്ടുള്ള നമ്മളുടെ ഇത്രയും കെമിക്കൽ അടങ്ങിയിട്ടുള്ള പ്രൊഡക്റ്റ് കൊണ്ട് ഡയറക്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ കംപ്ലീറ്റ് ആയിട്ട് ഡാമേജ് ആവും. അതും ആ ഒരു സമയത്ത് നമ്മുടെ ശരീരത്തിൽ നമ്മളുടെ കൊളോജൻ പ്രൊഡക്ഷൻ ഇതെല്ലാം തന്നെ ഭയങ്കര കുറഞ്ഞു വരുന്ന ഒരു ടൈമാണ് നാച്ചുറലായിട്ട്. അപ്പം നമ്മൾ അതിനനുസരിച്ച് ഡയറ്റ് എടുക്കണം, കറക്റ്റായിട്ടുള്ള ഫുഡ് കാര്യങ്ങൾ നമ്മൾ പ്രോപ്പറായിട്ട് എടുക്കണം. അതൊന്നും സാധാരണ എല്ലാവരും ചെയ്യാറില്ല. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് നമ്മൾ ഇതുപോലത്തെ കെമിക്കലും കൂടി എടുത്തു കഴിഞ്ഞാൽ നമുക്കത് പറ്റില്ല. അപ്പം അതുകൊണ്ട് തന്നെ ഈ ഒരു ടൈമിൽ മാക്സിമം ഒത്തിരി കെമിക്കൽ അടങ്ങിയിട്ടുള്ള സാധനങ്ങൾ ഒന്നും തന്നെ എല്ലാം തന്നെ ഒഴിവാക്കുക. നന്നായിട്ട് കറക്റ്റായിട്ടുള്ള ഒരു സ്കിൻ റൊട്ടീൻ, അതുപോലെ കൊളോജിൻ ഇതെല്ലാം എടുക്കുക. ഇതായിരിക്കണം നമ്മൾ ചെയ്യേണ്ടത്. പ്രോട്ടീൻ എടുക്കുക. ഇത്രയും സംഭവങ്ങൾ നമ്മളെപ്പോഴും ഒരു 40+ ചെയ്യുക. മൾട്ടി വൈറ്റമിൻ എടുക്കുക, ടാബ്ലറ്റ് എടുക്കുക, അതുപോലെ തന്നെ ഒമേഗ 3 എടുക്കുക, അതുപോലെ തന്നെ നമുക്ക് വൈറ്റമിൻ D3 എടുക്കുക. ഇതെല്ലാം നമുക്ക് നിർബന്ധമായിട്ടും ഈ ഒരു ഏജിൽ എടുക്കേണ്ട കാര്യങ്ങളാണ്. നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യാതെ വേറെ ആവശ്യമില്ലാത്ത കുറേ സംഭവങ്ങളിലേക്ക് ദയവ് ചെയ്ത് പോകരുത്. കെമിക്കൽ ഒന്നും എടുക്കരുത്. പൗഡർ, സോപ്പ് ഈ സംഭവം ഒന്നും ഉപയോഗിക്കാൻ പാടില്ല. അത് വീണ്ടും ഞാൻ പറയുകയാണ്. ഓക്കെ, അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഒരുപാട് യൂസ്ഫുൾ ആവട്ടെ. ഓക്കെ, നിങ്ങൾക്ക് പേഴ്സണലായിട്ട് നിങ്ങൾക്ക് സ്കിന്നിൻ്റെ പ്രോബ്ലം ഉണ്ട് എങ്കിൽ
പേഴ്സണൽ ഗൈഡൻസ് വേണമെങ്കിൽ വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് ചെയ്യാം. അതുപോലെ തന്നെ നമ്മളുടെ ഈ നാൽപ്പാമരുതി പ്രൊഡക്റ്റ് വേണമെങ്കിൽ ഓൾറെഡി സ്റ്റോക്ക് ഔട്ടാണ്. എല്ലാ പീസസും നമുക്ക് കംപ്ലീറ്റ് ഇനി 28-നാണ് പുതിയ പ്രൊഡക്റ്റ് വരുന്നത്. നമ്മളും വെയിറ്റ് ചെയ്തിരിക്കുവാണ് പുതിയ ബാച്ചിൻ്റെ സെറ്റ് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു ടൈമിലേക്ക് വേണമെന്നുള്ളവർക്ക് പെട്ടെന്ന് തന്നെ പ്രീ ബുക്കിംഗ് ആണ്, വേണമെന്നുള്ളവർ പെട്ടെന്ന് തന്നെ ബുക്ക് ചെയ്യാം കേട്ടോ. അത് നമ്മുടെ വാട്സപ്പ് നമ്പറിൽ തന്നെ ചെയ്താൽ മതി. അപ്പോൾ പേയ്മെൻറ്റൊക്കെ നമ്മൾ പറയുമ്പോൾ അടച്ചാൽ മതി. 850 റുപ്പീസാണ് നമ്മുടെ ഈ ക്ലെൻസറിൻ്റെ റേറ്റ് വരുന്നത്. നമ്മുടെ പേഴ്സണൽ ഗൈഡൻസിന് 5000 വരുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു തന്ന കാര്യങ്ങളെല്ലാം തന്നെ മൈൻഡിൽ വയ്ക്കുക. കറക്റ്റായിട്ട് നിങ്ങളുടെ റൊട്ടീൻ കറക്റ്റ് ചെയ്യുക. അതുപോലെ ഇത്രയും കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കുക. കെമിക്കൽസും കാര്യങ്ങളും കൂടുതൽ എടുക്കരുത്. മോയ്സ്ചർ ചെയ്യുക, ഹൈഡ്രേറ്റ് ചെയ്യുക, സ്കിന്നിന് കൊളോജിൻ കൊടുക്കുക, കൊളോജിൻ സപ്ലിമെൻ്റൊക്കെ പറ്റുമെങ്കിൽ എടുക്കുക. ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിക്കുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്ത് അറിയിക്കുക. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണുക. താങ്ക് യു.